എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഡെയിലി ബ്രെഡിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫീഡിംഗ് പ്രെയർ നടത്തുന്നത്. ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ, ജീവിത വിഷയങ്ങൾ ഭക്തിയോടെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ തന്നെ ഓർക്കുക, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒരു അനുഗ്രഹം നമുക്ക് ഉറപ്പായി. അത് കൃപാസനത്തിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്താണ് നിൻ്റെ ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകുന്നത്. അല്ല, നീ ഒറ്റക്കല്ല. നിൻ്റെ വിഷയങ്ങൾക്ക് ലക്ഷക്കണക്കിന് പ്രാർത്ഥനയും കൃപാസനത്തിൻ്റെ ആസ്തികളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള അഖണ്ഡ ജപമാല റാലിയും ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനയെല്ലാം നിന്റെ കുടുംബത്തിൻ്റെ ഓഹരിയാകണേ. കർത്താവിൻ്റെ ഈ കൃപാസനം പ്രാർത്ഥനയോട് നീ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നുള്ള ഒറ്റ വെളിപാടിലാണ് കർത്താവെ ഉടമ്പടി നിലനിൽക്കുന്നത്. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ കഴിവോ ആളോ ശേഷിയോ അർത്ഥമോ ഒന്നും കർത്താവെ ചിലപ്പോൾ വിലപ്പോകത്തില്ല. അങ്ങനെയുള്ള എല്ലാ മേഖലകളും ഇന്ന് പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന പ്രത്യേക വിഷയങ്ങൾ പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജോലികൾ, ഇന്ന് SLC കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. ഒത്തിരി കുഞ്ഞുങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് ഇന്ന് പോവുകയാണ്. ഒത്തിരിയേറെ പേര് ഈ സമയത്ത് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ, പരിശുദ്ധമ്മേ, അവരുടെ മേലെല്ലാം കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് ഉപരി വിദ്യാഭ്യാസത്തിന് യോഗ്യമായ രീതിയിലുള്ള മാർക്ക് റിസൾട്ട് ലഭിക്കാൻ അവിടെ എല്ലാ തടസ്സങ്ങളെയും അവിടെ എല്ലാ തകരാറുകളെയും അമ്മ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ ഉത്സാഹം പഠിക്കുന്ന മനസ്സിൽ പതി നിൽക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കൈവരിക്കുവാൻ അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണമേ. അപകടങ്ങൾ, രോഗങ്ങൾ, പരീക്ഷക്കാലത്തുണ്ടാകുന്ന ഓരോരോ തരത്തിലുള്ള ശനിപാതങ്ങൾ, മക്കൾക്ക് അനുഭവിക്കുന്ന മനപ്പീഡകൾ എല്ലാത്തിൽ നിന്നും അങ്ങനെ മക്കൾ സംരക്ഷിക്കണം. കർത്താവേ, കുഞ്ഞുങ്ങൾ എഴുതുന്ന പുസ്തകം, വായിക്കുന്ന ക്വസ്റ്റ്യൻ, എഴുതുന്ന ആൻസർ ബുക്ക്, പേന, എല്ലാ സമയവും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകും പരീക്ഷയുടെ സമയത്ത്. അതിൻ്റെ ഉത്തരം കർത്താവെ, നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്നുള്ള ചെയ്ത ഐസയ്യ 30:21 വചനങ്ങളിലൂടെ നീ തന്നെ അങ്ങയുടെ മക്കൾക്ക് കർത്താവ് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് ശരിയായിട്ട് എഴുതുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിജയം നൽകുന്നത് കർത്താവാണെന്ന് പറയുന്ന അതേ വചനം അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകണമേ. കുഞ്ഞുങ്ങളെ പോറ്റുകയും അവരുടെ പരീക്ഷയ്ക്ക് അവർ ഒരുക്കുന്ന മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ പരീക്ഷയുടെ എല്ലാ ദിവസങ്ങളും നിങ്ങൾ ആരോഗ്യമായിരിക്കാനും മനസ്സമാധാനത്തോടെ ഇരിക്കുവാനും സന്തോഷത്തോടെ പരീക്ഷ എഴുതുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ, മത്സരങ്ങളും പലതരത്തിലുള്ള ആക്രമണങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്നെല്ലാം കർത്താവ് അങ്ങനെയുള്ള എല്ലാ തിന്മകളും അങ്ങ് പാടെ വിഭാടനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എല്ലാ പരീക്ഷാർത്ഥികളും കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ജോലിക്ക് പോകുന്നവര്, ജോലി തേടിപ്പോകുന്നവര്, ജോലി നഷ്ടപ്പെട്ടിട്ട് വേദനിക്കുന്നവര്, അവരെല്ലാം സമർപ്പിക്കുന്നു. കർത്താവിന് നോൻപ് ആരംഭിക്കുന്ന ചില സഭകളിലെ ആ നോൻപിൻ്റെ ചൈതന്യത്തോടെ ജീവിക്കാനുള്ള അരൂപി അവർക്ക് പ്രത്യേകമായി നൽകി സഭയെ അങ്ങ് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് നോൻപ് ആരംഭിക്കുന്ന സീറോ മലബാർ സഭയെയും മലങ്കര സഭയെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, അതിലുള്ള എല്ലാ അംഗങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കുവാനും ഈ നോൻപിൻ്റെ കാലത്ത് പശ്ചാത്താപത്തിൻ്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് സഭ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും യൗവനം പ്രാപിക്കുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ കരുണ സഭയുടെ മേൽ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ. ലോർഡ്, ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ, ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം സക്കറിയ 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നതുപോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു. അതായത് ഈ സക്കറിയ എന്ന് പറഞ്ഞ പ്രവാചകന് ദൈവം നൽകിയ ഒരു ദർശനമാണ് ഇതിന്റെ പ്രമേയം. നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും ഓരോന്നിനും മുകളിൽ 7 ദലങ്ങൾ കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭോ എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭോ. ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുൾ ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇതിന്റെ അതായത് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്തു, സൈന്യബലത്താലല്ല, പിന്നെ കരബലത്താലുമല്ല, പിന്നെ എന്താണ്? എൻ്റെ ആത്മാവിലാണ്. ഭയങ്കര ചരിത്രപ്രസിദ്ധമായ ഒരു വെളിപാടാണിത്. അതായത് ഈ സെറുബാബേൽ എന്ന് ഇത് എന്താണെന്ന് ഇത് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറുബാബേൽ എന്ന് പറയുന്നത് ഒരു രാജകുമാരനാണ്. എന്നുവെച്ചാൽ യോവാഖീം രാജാവിൻ്റെ, യൂദയയുടെ അവസാനത്തെ രാജാവാണ്. ബാബിലോൺ കാലത്ത് വിപ്രവാസം നടന്നല്ലോ. പ്രവാസികളെ അവരെ പിടിച്ചുകൊണ്ട് പോയല്ലോ യുദ്ധത്തിൽ ബാബിലോൺകാരെ. അപ്പം അന്ന് നിലവിലുന്ന രാജാവാണ് യോവാഖീം. ഈ യോവാഖീം രാജാവിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് സെറുബാബേൽ. പക്ഷേ ഇവർ ഡയാസ്പൊറയിൽ ബാബിലോണിൽ അടിമകളായി താമസിക്കുന്ന കാലത്താണ് സെറുബാബേൽ ജനിക്കണത്. പക്ഷെ സെറുബാബേലിന് ദൈവം പ്രത്യേക അഭിഷേകം നൽകി. സെറുബാബേലിൻ്റെ അഭിഷേകം നൽകിയിട്ട് സെറുബാബേല് ആണ് ബാബിലോൺ ബന്ധസ്ഥരായവരെ മോചിപ്പിച്ച് തിരിച്ച് സെറുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് തിരിച്ച് വാഗ്ദാന നാട്ടിലോട്ട് വരണത്. എന്നിട്ട് അവർ ജെറുസലേം ദേവാലയം പുതുക്കി പണിയും. ഇസ്രായേൽ സമൂഹം വീണ്ടും യൂദയായാലും ഇസ്രായേലിൻ്റെ അധികാരികളും അവകാശികളുമായി മാറും. അപ്പോൾ അധികാര അവകാശ പുനഃസ്ഥാപനമാണ് സെറുബാബേൽ. ഇത് യേശുവിൻ്റെ പ്രോട്ടോടൈപ്പാണ്. രക്ഷ വീണ്ടെടുത്ത യേശുവിൻ്റെ പഴയകാല പ്രോട്ടോടൈപ്പാണ്, മുൻകാല രൂപമാണ് ഈ സെറുബാബേലായിട്ടുള്ളത്. പഴയകാലത്തെ സെറുബാബേൽ യേശുവിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഒരു പ്രതിഫലന ദർപ്പണമാണ് ഇദ്ദേഹം. ഇവിടെ എന്താ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ പറയണത് എന്താണ്? സെറുബാബേൽ ബാബിലോണിൽ നിന്ന് ഡയാസ്പൊറയിലും വിപ്രവാസത്തിൽ പോയവരെ മോചിപ്പിച്ചുകൊണ്ട് വന്നത് കരബലത്താലല്ല, സൈന്യബലത്താലുമല്ല, കർത്താവിൻ്റെ ആത്മാവിലാണെന്ന്. എന്നുവെച്ചാൽ നമ്മളുടെ മുഴുവനും ഇങ്ങനെയാണ്. അതായത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണിത്. കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും നേടണമെങ്കിൽ, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, വളർച്ച ഉണ്ടാകണമെങ്കിലും, നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ലോകത്തിനൊരു നിയമമുണ്ട്. നമ്മളൊക്കെ അത് കൈക്കരുത്തുള്ളവൻ കാര്യക്കാരൻ, കൈക്കരുത്തില്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ ജീവിക്കേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ധാരണ. അതുകൊണ്ടാണ് ശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴും ആ വഴിക്കാണ് വന്നത്. ഇപ്പം നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ, ഡാർവിൻ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഏറ്റവും ഫേമസ് ആയിട്ട് പുസ്തകമാണ്. ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാം നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ്. ഈ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യണത് ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം
സർവൈവ് ചെയ്താൽ മതി എന്നാണ് ഈ പ്രകൃതി പറയണത്. അതാണ് പ്രകൃതി നിയമം. ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം. പ്രകൃതിയുടെ നിയമം എന്താണ്? സെക്കുലർ നിയമങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം നിലനിന്നാൽ മതി. എന്നുവെച്ചാൽ മെരിറ്റുള്ളവർ മാത്രം, ഫിറ്റ് എന്ന് വെച്ചാൽ മെരിറ്റാണല്ല, മെരിറ്റുള്ളവർ മാത്രം അതിജീവിച്ചാൽ മതി എന്നുള്ളതാണ് പ്രകൃതി നിയമം. ഈ പ്രകൃതി നിയമത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരുണ ചേർത്തുകൊണ്ടാണ് ബൈബിള് വിഭാവന ചെയ്യണത്. ബൈബിൾ പറയും നോട്ട് ബൈ ഫിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നോട്ട് ബൈ മെരിറ്റ്, അതാണ് Ephesians 2:8 നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് ഫിറ്റെന്ന് പറയണതും അതുപോലെ തന്നെ മെരിറ്റെന്ന് പറയണതും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സാധനം ഫിറ്റാകാൻ മെരിറ്റോറിയസ് ആകാം. പക്ഷേ ഈ ഫിറ്റ് അല്ലാത്തവനും അത് ചിലപ്പോൾ ഏറ്റവും കൈക്കരുത്തുള്ളവൻ കാര്യക്കാരനാകും. കരുത്തില്ലാത്തവനെയും കൂടി കരുണ സംരക്ഷിക്കുന്നതുകൊണ്ട്, കരുത്തില്ലാത്തവർക്ക് വേണ്ടി കരുണ വെച്ചിരിക്കുന്നത്. അതാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവിൻ്റെ കരുണ കൊണ്ടാണെന്ന്. അതെന്ന് വെച്ചാൽ കരുണ മാത്രമല്ല വിഷയം. പല വിഷയങ്ങൾ ഈ ഭൂമിയിൽ, നിൻ്റെ വീട്, വസ്തു, ജോലി, പ്രമോഷൻ, ആരോഗ്യം, ആയുസ്, മക്കളുടെ ജോലി, നിൻ്റെ വിവാഹം, നിൻ്റെ പ്രസവം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന് ചിലപ്പോഴും ഒരു മെരിറ്റ് വരുമ്പോൾ ഒരു പരിധിയുണ്ട്. പക്ഷേ ഗ്രേസിന് പരിധിയില്ല. ഇപ്പം എന്നോട് പല ആൾക്കാരും ചോദിക്കും, ഡോക്ടർ പറഞ്ഞു ഗർഭശിശുവിന് ഹൃദയത്തിന് ദൂരമുണ്ട്, അത് കട്ട് ചെയ്യാനാണ് നല്ലത്, അബോർട്ട് ചെയ്യാനാണ് നല്ലതെന്ന് പറയുമ്പോൾ അത് ഡോക്ടർ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു അംഗവൈകല്യമുള്ള ഇന്ത്യൻ പൗരൻ ജനിക്കാതിരിക്കണം, രാജ്യം ആരോഗ്യമുള്ളവരെ കൊണ്ട് നിറക്കണം എന്നുള്ളത്. പക്ഷേ ഭൗതിക രാജ്യം അങ്ങനെയാണ്. പക്ഷെ ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യം വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ സ്പിരിറ്റ്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയും കർത്താവ് ഇടപെടും, വെയിറ്റ്, ഇതിനു വേണ്ടിയുള്ള വിശ്വാസമുള്ളത്, ഇതിനു വേണ്ടിയുള്ള ആത്മീയതയുള്ളത്, ഇതിനു വേണ്ടിയുള്ള ദൈവം നമ്മുടെ കൂടെ, ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്, ഐ വിൽ കം വിത്ത് യു വെർ എവർ യു ഗോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള നമ്മുടെ മെരിറ്റും ഫിറ്റ്നസ്സും നഷ്ടപ്പെടുമ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിനെ സുവിശേഷം ടാലി ചെയ്യണം. അപ്പോഴേ സുവിശേഷം ഭയങ്കരമായ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും നൽകണത്. എവിടെയെല്ലാം ഫിറ്റ്നസ് പോകുന്നു, എവിടെയെല്ലാം മെരിറ്റ് പോകുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസാണ്. ആ സ്പേസാണ്. അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കഴിവുണ്ടാകണം. നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ കാശ് കൊണ്ടോ, നിന്റെ ആള് കൊണ്ടോ, നിന്റെ അർത്ഥം കൊണ്ടോ, പറമ്പ് കൊണ്ടോ, പൊന്നുകൊണ്ടോ, പാട്ട് കൊണ്ടോ, അതെല്ലാം മെരിറ്റിൽ പെടുന്ന. അല്ലാതെ ഒരു വിഷയം നിനക്ക് വരുമ്പോൾ ഓർക്കുക, ഇത് ഈ സ്പേസ് ദൈവത്തിൻ്റെതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടരുത്. ദൈവത്തിലെന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദൈവത്തിൻ്റെ ഫോർമാറ്റ് അവിടെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ, ദൈവം സഹായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ തിന്മയിലും ലോകത്തിൻ്റെ രീതികളിലും പെരുമാറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ഗ്രേസ്, അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്താപം ഈ നോൻപ് കാലത്ത് പ്രധാനപ്പെട്ടതാണ്. നോൻപ് കാലം അനുഗ്രഹത്തിൻ്റെ വസന്തകാലമാണ്, പക്ഷേ പശ്ചാത്താപത്തിൻ്റെയും വസന്തകാലമായിരിക്കണം. അപ്പോൾ അവൾ പറഞ്ഞു, ഈ മകൻ്റെ ഇളയ മകനുണ്ട്, ഒരു അനിയനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് 2 മകനുണ്ടല്ലേ? ശരി, ആ 2 മകനുണ്ട്. ശരി, അപ്പോൾ നീ പിരിഞ്ഞു എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കയ്യിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അയാൾക്ക് മക്കളൊന്നുമില്ല, മക്കളൊക്കെ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആ മനുഷ്യൻ വീണ്ടും കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ് ഇല്ല, കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അമ്പടി കള്ളി എന്താ സ്വന്തം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ കെട്ടിയത് കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമായി അല്ലേ? ഇവിടുത്തെ ഈ രാജ്യത്തിന് നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൂത്ത മകൻ, അവന് അപ്പൻ്റെ കൂടെ പോകാൻ ഇഷ്ടമുണ്ട്, കോടതി അവൻ ധരിപ്പിച്ചു, അപ്പം നിയമപരമായിട്ട് പോകാം. ഇവൾ വിടത്തില്ല, ഇവൾ ഹൈക്കോടതി പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. ആ മനുഷ്യനെ വഴിയാതെ ഗതികിട്ട പ്രേതമാക്കി മാറ്റിയിട്ട് ഇവൾ വീണ്ടും കല്യാണം കഴിച്ച് അയാളുടെ 2 കുഞ്ഞുങ്ങളെ അടിച്ചെടുത്ത്. മനസ്സിലായില്ലേ? ഇപ്പം എന്താ ഞാൻ പറഞ്ഞത്? ഒരു കുഞ്ഞിനെയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിന്നോട് ഞാൻ രഹസ്യം പറഞ്ഞാന്ന് പറഞ്ഞാൽ അവളുടെ ചെവിയൊരു രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിൻ്റെ അന്ത്യം നീ അടിച്ചു മാറ്റാൻ പോകുന്ന കുഞ്ഞിലൂടെ ആയിരിക്കുമെന്ന്. വേറെ എന്താ രഹസ്യം? വളരെ ആത്മാർത്ഥമായിട്ട് വളരെ മധുരമായ ഒരു രഹസ്യം. പോരെ, പണിയായില്ലേ? അത് സ്നേഹമില്ല. ഉടമ്പടിയെപ്പോലും ആൾക്കാർ അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ
നേടാൻ വേണ്ടി എടുക്കുമ്പോൾ എന്താ പ്രശ്നം? എങ്ങനെയാണ് ദൈവം വസിക്കണത്? കർത്താവ് എന്ത്? ഇങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല മക്കളെ. നിങ്ങൾ വിചാരിക്കണ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതിയിടുമ്പോൾ എല്ലാം ഓക്കെ ആവുന്ന, എല്ലാം പോക്കാകേ ഉള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, ഇത് സ്നേഹത്തിന് നിരക്കണതാണോ, ഇത് ദൈവത്തിന് നിരക്കണതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ ഇവിടെ വെറുതെ ഉടമ്പടി എടുത്ത് പണി മേടിച്ച പോലെയാകും. കാര്യം നീ എന്തുമാത്രം ദുഷ്ടയാണ്, എന്തുമാത്രം ദുഷ്ടനാണെന്ന് ദൈവത്തിന് പ്രഖ്യാപിതമായി തെളിവ് കൊടുക്കുകയാണ്. മനസ്സിലായ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതാണ് ഈശോ പറയണത്. എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ, പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എൻ്റെ വചനം പാലിക്കും. അപ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വസിക്കും. അപ്പോൾ ഈ നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വചനത്തിൻ്റെ പ്രത്യേകത, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം, ആ വചനം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചെവി ഉണ്ടായിട്ട് കാര്യമില്ല. ചെവി ഉണ്ടായി കേൾക്കാം, ആർക്ക് വേണമെങ്കിലും വചനം കേൾക്കാം. വചനം കേൾക്കുന്നതും വചനം സ്വീകരിക്കുന്നതും രണ്ട് കാര്യമാണ്. വചനം ആർക്ക് വേണമെങ്കിലും കേൾക്കാം. വചനം കേൾക്കണമെങ്കിൽ ഈ ഓഡിയോ അപ്പാരറ്റസ് കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മതി. നമുക്ക് വചനം കേൾക്കാൻ പറ്റും, പക്ഷെ അത് ഡസൻ വർക്ക് ഇറ്റ്. പിന്നെ എന്താ ചെയ്യണത്? വചനം സ്വീകരിക്കണത് എങ്ങനെയാണ്? ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ, പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം സ്വീകരിക്കും. അപ്പോൾ ആദ്യം ഇത് ബേസിക് എന്താണ്? ഇതിൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം വരെ, നിത്യത വരെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. അല്ലാതെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയല്ല. നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് IELTS പാസ്സാകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, കാനഡയിൽ പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, PR കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, കടയിൽ ആൾക്കാർ വരുന്നില്ലെങ്കിൽ, കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും. ഇങ്ങനെ കസ്റ്റമറി ആയിട്ടുള്ള ഒരു സ്നേഹമില്ല. ദൈവത്തെ സ്നേഹിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കണ പോലെ അല്ല. അപ്പൻ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അമ്മയെ സ്നേഹിക്കണ പോലെ അല്ല, അമ്മയും കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ഭാര്യയെ സ്നേഹിക്കണ പോലെ അല്ല, ഭാര്യ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. നിത്യമായ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാലിക സ്നേഹമല്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിത്യത വരെ സ്നേഹിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നത് നിത്യത വരെയുള്ള എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിഷയമായി ഉടമ്പടിയിലൂടെ തിരിച്ചറിഞ്ഞതിലെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനങ്ങളുടെ ജീവിതാർത്ഥങ്ങളെ എന്നെ അഭിഷേകമായി ബോധ്യപ്പെടുത്തണമേ. നിങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അത് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ്? നിങ്ങളിപ്പോഴും പത്രം കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. എന്തോ ഒരു വലിയ ആത്മാക്കളെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അപ്പോസ്തലികമായ വലിയ ദൈവിക ശുശ്രൂഷയാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ
ഇങ്ങനെ തലയും ചുരുക്കി ഈശോ ഇനി എത്ര പത്രമുണ്ട്, ഇനി 16 പത്രമുണ്ടോ, ഇത് എവിടെ കൊടുക്കാനാണെന്ന് പുട്ടിപ്പെണ്ണ നിൻ്റെ കാര്യം തീരുമാനമായി. ഇത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ദൈവസ്നേഹത്തോട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആനുപാതികമായിട്ടായിരിക്കും. കാരണം ദൈവത്തിൻ്റെ സാധ്യത നിങ്ങൾക്കറിയാമല്ലോ, അത് ഇന്ന കാര്യമൊന്നുമില്ല. നിൻ്റെ ഏത് സ്വകാര്യമായ അഭിരുചികൾ പോലും ദൈവം മാനിക്കുമെന്നാണ് പറയുന്നത്. അത് സത്യമായ കാര്യമാണ്. സ്വകാര്യമായ അഭിരുചികളെ ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് മാനിക്കത്തില്ല. പൊടി ഇതൊക്കെ പൊട്ടത്തരങ്ങളുണ്ട്, എൻ്റെ അടുത്ത് വരരുതെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഭാര്യ മാനിക്കത്തില്ല. പക്ഷെ നിൻ്റെ സ്വകാര്യമായ ഇന്നലെ മെനയെന്നൊരു സാക്ഷ്യം ഉണ്ടായി. ആ കുട്ടി പേര് പറഞ്ഞിട്ടില്ല, കാക്കനാടെന്നാ. പക്ഷെ ഇന്ന് ഞാൻ അപ്പ് ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യം. ഇവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രി കിടക്കുകയാണ്. പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേ അവൾക്ക് ഉള്ളിലൊരു കൊതി. അവൾ മാതാവിനോട് എന്നിട്ട് ആ കൊതി പറയും. എന്താ കൊതി എന്ന് വെച്ചാൽ അവൾക്ക് ചൂട് ചോറ് വേണം, അച്ചിങ്ങാത്തോരൻ വേണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കേട്ടാൽ ഇതൊരു വിധം കോമഡിയായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കോമഡി പോലും കർത്താവ് മാനിക്കും. ഇതാണ് സ്നേഹമെന്ന് പറയണത്. ഇവിടെ നിങ്ങൾക്കറിയാമല്ലേ, പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്ക് എല്ലാം അറിയാം, ഇങ്ങനെ പലതരം കൊതികൾ അവർക്കുണ്ടാവും. അത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പനി പിടിച്ചവർക്കും ഉണ്ടാകും ചില സമയത്ത്. ഇറച്ചിക്കറി വേണം, ചോറ് വേണം എന്നൊക്കെ പറയും. അപ്പോൾ അമ്മമാർക്കിത് അറിയാം. അമ്മമാർ ആ പനിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അമ്മ കുഞ്ഞിനോട് പറയും, ഇത് മാറട്ടെ, മുന്നേ ഇറച്ചിക്കറിയും ചോറ് തരാമെന്ന് തന്നെ പറയും. അതെന്നിട്ടല്ലേ, അത് അമ്മമാർക്ക് അവരുടെ ആ ഒരു വൈബുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ പ്രസവക്കിടക്കെ കിടന്ന് മാതാവിനോട് സ്വകാര്യമായി പറഞ്ഞതാണ്, അമ്മ ഇത്തിരി ചൂട് ചോറും ഇത്തിരി അച്ചിങ്ങാത്തോരനും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. ആരോട്? മനസ്സിൽ പറഞ്ഞ ആരോടാണ്? അമ്മയോട്. പിന്നെ സംഭവിച്ച കാര്യമൊക്കെ കേൾക്കണം, ഞെട്ടിപ്പോവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലെ മുട്ടിയപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡർ പോയി വാതിലെ നോക്കിയപ്പോൾ ഒരു ചേടത്തി ഒരു പൊതി കൊടുത്തവർക്ക്. ആ പൊതിയും ചുവന്ന് എടുത്തുകൊണ്ട് ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത്, നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണെന്നും പറഞ്ഞ് കൊടുത്ത് ഇത് തുറന്ന് നോക്കിയപ്പോൾ ചൂട് ചോറും അച്ചിങ്ങത്തോരനും. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങളോട് പറഞ്ഞത്, ഞാൻ കൃപാസനത്തിന് വരികയാണെന്ന് പറഞ്ഞെന്ന്. അതാണ് പ്രശ്നം. നീല സാരി ഉടുത്ത് ആൾ വന്നിരിക്കുകയാണ്, ഞാൻ കൃപാസനത്തിന് വരികയാണ്. ഇതാണ് കൃപാസന അമ്മയുടെ നിൻ്റെ സ്വകാര്യമായ അഭിരുചികളെപ്പോലും മാനിക്കുന്ന ദൈവം. ഇത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. ഞാൻ ചില സമയത്തൊക്കെ ബൈബിൾ വായിക്കുമ്പോഴേ, നിങ്ങൾ ഐസയ 43 വായിച്ച് നോക്കിയേ. ഐസയ 43 ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഐസയ 43:4. അതെ. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. 5 വയസ്സുള്ളൂ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ഇത് വാഗ്ദാന പേടകം എന്ന് പറയണത്. ഭയപ്പെടേണ്ട. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം ആദ്യം നമ്മളെ സ്നേഹിക്കുകയാണ്. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞില്ലേ, ഇപ്പം ഇന്നലെ ആ രാജീവ് ശിവനന്ദനം പറഞ്ഞത്, ആ മനുഷ്യന് ആദ്യം മുതലേ ദൈവത്തോട് ഒരു സ്നേഹം തോന്നി. ആരെങ്കിലും എന്നോട് പറഞ്ഞു കാണും, അങ്ങനെ എന്നെ വിളിക്കാതെ ഞാനിവിടെ വരത്തില്ലല്ലോ, അപ്പോൾ ദൈവം എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നൊക്കെയാണ് ഇത് പറയണത് അദ്ദേഹം. അങ്ങനെ കുറേ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വന്ന സംഭവം എന്താണെന്നറിയാമോ? ദൈവം നമ്മളല്ല ഇനിഷ്യേറ്റീവ് എടുക്കണത്.
ദൈവമാണ് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നിങ്ങൾ ഇന്ന് കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ദൈവം സ്വകാര്യമായി വ്യക്തിപരമായി നിന്നെ വിളിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവേ പേര് ചൊല്ലി അങ്ങയുടെ ആലയത്തിലേക്ക് വിളിച്ചതിന് നന്ദി പറയുന്നു. സ്വന്തമാക്കിയതിന് നന്ദി പറയുന്നു. സബ്ജക്റ്റ് വൈസും ദൈവം പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ കടം കയറി, അപ്പോഴും ദൈവം പറയും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. രോഗം വന്നു, അപ്പോഴും ദൈവം പറയും എന്താണ്? 43:5 ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ കൂടെയുള്ള ദൈവം പ്രസവക്കിടക്കയിൽ പോലും നമ്മുടെ അഭിരുചിക്ക് വേണ്ടി എന്ത് അറ്റം വരെയും പോകാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്മാർക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പഠിച്ചത് കുരിശുരൂപം നോക്കിയാണ്. ഞാൻ കുരിശുരൂപം നോക്കുമ്പോഴൊക്കെ എപ്പോഴും ഈശോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്ന. ഈ കിടപ്പ് കണ്ടാൽ നമുക്കറിയാൻ പറ്റില്ല, ഇങ്ങനെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അപ്പം തോൽപ്പിക്കാൻ പറ്റാത്തൊരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ അവസ്ഥകളിൽ പോലും സംരംഭമാക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. കൈയിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുമടക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ബിജോ കീശേരി എന്ന് പറഞ്ഞൊരു മകൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. അത് എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. ബിജോ കീശേരി എന്നെ പറഞ്ഞു വെച്ചാൽ ഈ ഉടമ്പടി എന്താണ് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി അദ്ദേഹത്തെ എന്താണ് ആക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട്. അത് പറയണത്, ഞാനിപ്പോഴ് പുറത്തിറങ്ങുമ്പോഴൊക്കെ എന്നേക്കാൾ കഷ്ടപ്പെട്ടവരെ ഞാൻ നോക്കും, ശ്രദ്ധിക്കും. പൈസ ഇല്ലാത്തവർ, രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്ന വേദനപ്പെടുന്നവരെ, കുടുംബങ്ങളിൽ എന്നോട് പ്രയാസങ്ങൾ പറയുന്നവരെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അതൊക്കെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്ഥിതി ഉണ്ടായിരുന്നു. ബിജോ പറയണതാണ്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്ഥിതി, എന്നെക്കാളും മേൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ അവരെപ്പോലെ എനിക്കാകുന്നില്ലല്ലോ എന്ന് ഓർത്തൊരു കോമ്പറ്റ് ചെയ്യും മനസ്സുകൊണ്ട്. മനസ്സിലായില്ലേ? ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഉടമ്പടി എടുക്കുന്നത് വരെ ഞാൻ ചിന്തിച്ചത്, എത്ര പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കാനഡയിൽ പോയി, എത്ര പേർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് 40 സെൻറ്റ്, എന്നേക്കാൾ സ്ഥലമുള്ള കൂടുതലുണ്ട്. കൊച്ചാപ്പൻ്റെ മോന് 60 സെൻറ്റ്, എൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടുകാർക്ക് 2 ഏക്കർ. അപ്പോൾ എന്നേക്കാൾ മുകളിലുള്ളവരെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്.